ശരിക്കും ഇന്ന് നമ്മുടെ ഒരു നല്ലൊരു പ്രോഗ്രാം നടക്കുമായിരുന്നു. ഇപ്പം മോളെ ക്ഷണിക്കാൻ കാര്യം വേണമെങ്കിൽ എനിക്ക് ആരെങ്കിലും സിനിമാ നടിമാരെയൊക്കെ വിളിച്ച് കുറച്ചുകൂടെ കളർഫുൾ ആക്കായിരുന്നു. മോളോടുകൂടെ പറയുന്നത്, രണ്ടുപേരോടും പറയുക കേട്ടോ. പക്ഷെ അതല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഉള്ളവരെ ഇവിടെ കൊണ്ടുവരാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ പരിപാടി നടത്താനുമായിരുന്നു ആഗ്രഹം. സന്തോഷമായി. എത്രമാത്രം? ഒരുപാട് സന്തോഷം, അതിലുപരി സങ്കടവും ഉണ്ട്. അച്ഛൻ കൂടെ ഇല്ലാത്തൊരു സങ്കടം ഉണ്ട്. അതെന്നും എനിക്കൊരു സങ്കടം ആയിരിക്കും. കാരണം ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ച ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും റിസ്ക് എടുത്ത് എൻ്റെ ഏജ് പോലും കണക്കാക്കാതെ ഞാൻ എൻ്റെ 70% ലിവർ കൊടുത്ത് ആളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നുണ്ടായ കാർഡിയാക് അറസ്റ്റ് മൂലമാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഈ ജനുവരി 30 അച്ഛൻ മരിച്ചേ. എന്നുവെച്ചാൽ 16 കർമ്മങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പോയി അതെല്ലാം ചെയ്തിട്ടാണ് എന്നിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നത്. ഞാൻ 100 വട്ടം ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ വരണോ സാറിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വൈറ്റിംഗ് ഇങ്ങനെ ആലോചിച്ചു, അമ്മേ ഞാൻ പോകണോ. കാരണം ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും അങ്ങ് സംശയമാണ് ഞാൻ ശരിക്കും ലിവർ കൊടുത്തിട്ടുണ്ടോ. ഇന്നലെ രാത്രി പോലും എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞു, എന്താ ശരിക്കും അവൾ ലിവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോവോ അങ്ങനെയൊക്കെ ചോദിച്ചു. എൻ്റെ ഒരു ഏജിൽ എൻ്റെ ബോഡി വളരുന്നൊരു സമയമാണ്. ആ സമയത്ത് എൻ്റെ ലിവർ പെട്ടെന്ന് വളരും, മറ്റൊരാളേക്കാൾ അപേക്ഷിച്ച് യങ് ഏജ് ആയതുകൊണ്ട് വളരും. അപ്പം അവർക്കത് മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് ഞാൻ കരുതുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനൊരു വിഷമം വന്ന സമയത്ത് എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചേനെ. അപ്പം ശരിക്കും ഞാൻ രാവിലെ നമ്മയോട് പറഞ്ഞു, ഇന്ന് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിത് കേൾക്കേണ്ട വരത്തില്ലായിരുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചേനെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. ഞങ്ങളെല്ലാം മോടെ കൂടെ ഉണ്ട് ചേർത്ത് പിടിക്കാൻ കേട്ടോ. അപ്പം എനിക്ക് എന്നും ആ ഒരു പ്രസൻസ് ഭയങ്കര ഇതായിരിക്കും അച്ഛൻ്റെ ഒരിത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ച എൻ്റെ അച്ഛനായിരുന്നു. അപ്പം ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ കാണുന്നുണ്ടായിരിക്കും. അച്ഛൻ ഒരുപാട് ഹാപ്പി ആവുമെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സാറെന്ന് അവാർഡ് തന്ന സമയത്ത് ഞാൻ അവാർഡ് എൻ്റെ അച്ഛനെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ അച്ഛൻ ആ ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു ഫോട്ടോയിൽ. അപ്പോൾ അച്ഛനത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു കാര്യമാണ് ഇത്രയും ഇതായിട്ട് എല്ലാവരും അറിഞ്ഞു. അപ്പം ഒരുപാട് കുറ്റപ്പെടുത്തലും ഉണ്ട്, അതേപോലെ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ എന്നെ വിളിച്ചതിൽ. അപ്പം എല്ലാവരോടും സാറിനോടായാലും എല്ലാവരോടും നന്ദിയും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു സെലിബ്രിറ്റിയെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ പൈസ ചിലവാക്കി പോഷാക്കായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് അവരുടെ ഒരു താങ്ങാകാൻ, വെറുതെ ഒരു ചുമലിലൊന്ന് പിടിക്കാൻ, അവരെ ചേർത്തൊന്ന് പിടിക്കാൻ നമ്മൾ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വന്നാൽ. പക്ഷേ നമുക്ക് ആരോടും ഇപ്പം അധികമായി പറയാൻ കഴിയില്ല. എന്നാലും എൻ്റെ മനസ്സങ്ങനെയാണ്. എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കുറേ പേരോട് ഇത് കണ്ടിട്ടെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. അത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഇപ്പം 100-ലൊരു 1-2 ആൾക്കാരാണ് ഇങ്ങനെ പറയുന്നത്. അതും പ്രത്യേകിച്ച് എല്ലാം അറിയാൻ ചെറുപ്പക്കാർ പിള്ളേരല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരാണ് പറയുന്നതെന്ന് അറിയുമ്പോഴാണ് കുറച്ചുകൂടെ വിഷമം ഉണ്ടാവുന്ന കാര്യം. അപ്പം ഞാൻ ഇത് അമ്മയോടായാലും ഇന്നലെ രാത്രി തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ മുതൽ ഞാൻ അത്രയും വേദന സഹിച്ച് എനിക്ക് ഓപ്പണായി തുറന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ വയറ്റിൽ പാടുണ്ട്, ഇതാണ് ഞാൻ സർജറി ചെയ്തതെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അവിടെ സംശയമുള്ളവർക്കാണ് ഞാൻ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ, എന്ത് കൊടുക്കാനും ഞാൻ തയ്യാറല്ല. ഹോസ്പിറ്റലിൽ തിരക്കി അറിയാം സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇപ്പം സർജറി ചെയ്തില്ല എങ്കിൽ എൻ്റെ അച്ഛൻ എന്നേ മരിച്ചു പോകേണ്ടതായിരുന്നു. സർജറി ചെയ്ത് 1 മാസമെങ്കിൽ 1 മാസം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, എന്നെ ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നു. ഈ കുറ്റപ്പെടുത്തിയവരുടെ എല്ലാ കാര്യം ഞാൻ എൻ്റെ അച്ഛനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം എൻ്റെ അച്ഛനോടായിരുന്നു ഷെയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ ചേട്ടനാണ് എനിക്കുള്ളത്. അവനെങ്കിലും ഉള്ളതെന്ന് പറയുന്ന സന്തോഷത്തോടെ ഞാൻ ഇപ്പം ഇരിക്കുകയാണ്. എനിക്ക് പറയാനും ചോദിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ. അതെ, നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന കാര്യങ്ങളാണ്. കാരണം അച്ഛനമ്മമാരില്ലാത്തതെന്ന് പറയുന്നത് അതില്ലാത്തവർക്കേ മനസ്സിലാവത്തുള്ളൂ. അത് ഒരിക്കലും ഉള്ളവർക്കത് മനസ്സിലാവത്തില്ല. ഇപ്പം എനിക്കാണെങ്കിൽ നേരത്തെ ആണല്ലോ എൻ്റെ അച്ഛൻ അങ്ങനെ പറ്റുമോ, എൻ്റെ അച്ഛനമ്മ ഏജ് ആവുകയാണ്, നാളെ അവരില്ലാത്തൊരു ലൈഫ് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം എൻ്റെ അച്ഛനാണ് എന്നെ ജീവിക്കാൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനില്ലാതെ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും എനിക്ക് എന്നും അതൊരു പെയിൻ ആയിരിക്കും. കാരണം എൻ്റെ വയറ്റിൽ ഈ പാടുള്ളിടത്തോളം കാലം ഞാൻ എന്നും അത് കാണുമ്പോൾ എൻ്റെ അച്ഛനെ ഓർക്കും, മിസ് ചെയ്യും. എത്ര ആൾക്കാർ കരയരുതെന്ന് പറഞ്ഞാലും എനിക്കത് കരയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ചെയ്തിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നുണ്ട്. സഹായിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്, സമൂഹത്തോട് പറയാനുള്ളത്. അതെ, അതാണ് മോളുടെ ഒരു ആവശ്യം. സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, വിഷമിപ്പിക്കാതിരിക്കുക. കൃഷ്ണൻ ഇത് കേട്ടിട്ട് എന്ത് പറയുന്നു? മോക്കില്ലാത്തതല്ല ഈ മോക്ക് ഉള്ളത്, ഈ മോക്കില്ലാത്തതല്ല ഈ മോൾക്കുള്ളത്. അതാണ് വ്യത്യാസം അല്ലേ? എന്നാൽ രണ്ടുപേർക്കും ഇപ്പോൾ ഈ മോളെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ വിഷമം ഒന്നും അല്ലാന്ന് എനിക്ക് അങ്ങ് തോന്നിപ്പോയി. എനിക്ക് ദൈവം കണ്ടതൊന്നും എല്ലാം നിന്ന്
അപ്പോൾ ആ മോളുടെ വിഷമം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അപ്പം ഇത്രയും കഴിവ് ദൈവം കൊടുത്തു, നല്ലൊരു നിലയിലെത്തട്ടെ എൻ്റെ ഒരു അനിയത്തി കാണുക. കാരണം ഇങ്ങനെ ഇത്രയും നന്നായിട്ട് പാടാൻ വൈക്കം വിജയലക്ഷ്മി പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്കാരിയും നല്ലൊരു നിലയിലെത്തട്ടെ. അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക. എനിക്ക് അത്ര പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് വാക്കുകളൊന്നും ഇല്ല. മാത്രം കണ്ടു ഞാൻ താരാപദം ചെയ്തു.